കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാവൽ കൃഷി ചെയ്യുന്നതിനെ പറ്റിയുള്ള വിശദമായൊരു വീഡിയോ ചെയ്യണമെന്ന് കുറേ സുഹൃത്തുക്കൾ കമൻറ്റിലൂടെ ആവശ്യപ്പെടാറുണ്ട്. പാവൽ കൃഷി ചെയ്യുമ്പോൾ കീടശല്യമൊന്നുമില്ലാതെ നല്ല വിളവ് ലഭിക്കാനായി ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുമല്ലോ. അടുക്കള മുറ്റത്ത് 2-3 പാവൽ തൈകൾ നട്ടു വളർത്തിയാൽ വിഷമയമില്ലാത്ത ആരോഗ്യകരമായ പച്ചക്കറി നമുക്ക് ലഭിക്കും. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഏത് സമയത്തും പാവൽ കൃഷി ചെയ്യാവുന്നതാണ്. എങ്കിലും ഏറ്റവും അനുയോജ്യമായത് ജനുവരി, ഫെബ്രുവരി, മെയ്, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ എന്നീ മാസങ്ങളിലാണ്. നാം എല്ലാം നല്ല പ്രതീക്ഷയോടെ തൈകൾ നട്ടു വളർത്തിയെടുക്കുമ്പോൾ നല്ല വിളവ് ലഭിക്കണമെങ്കിൽ മികച്ച ഇനം വിത്തുകളും തൈകളും തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക വേണം. പാവലിൽ നല്ല വിളവ് ലഭിക്കുന്ന ഇനങ്ങൾ കൂടി പറയാം. അതിലൊന്ന് പ്രിയ എന്ന ഇനമാണ്. നല്ല നീളം വെക്കുന്ന പച്ച നിറത്തിലുള്ള ഇനമാണ് പ്രിയ. ഇനി പ്രീതി ഇനമാണെങ്കിൽ വെളുത്ത നിറത്തിലുള്ള ഇടത്തരം കായ്കളായിരിക്കും ഉണ്ടാവുക. എൻ്റെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടായി നിൽക്കുന്നതൊക്കെ പ്രീതി ഇനത്തിൽപ്പെട്ട പാവലാണ്. അതുകൂടാതെ കടും പച്ച നിറത്തിലുള്ള അർക്കയാണ് മറ്റൊരു ഇനം. ഈ പറഞ്ഞ പാവലിനങ്ങളെല്ലാം പ്രതിരോധ ശേഷി കൂടുതലുള്ള ഇനങ്ങളാണ്. പൊതുവെ കീടശല്യം കുറവും കായ്ഫലം കൂടുതലുമാണ് ഈ പറഞ്ഞ ഇനങ്ങൾക്കൊക്കെ കാണാറുള്ളത്. പാവലിൻ്റെ വിത്തുകൾ നടുന്നതിന് മുമ്പായി വിത്തുകൾ 10-12 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കുന്നത് വേഗത്തിൽ മുളക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ മണ്ണിൽ അല്പം കുമ്മായം ചേർത്ത് കൊടുത്താൽ മണ്ണിൽ നിന്നും ഉണ്ടാവാൻ സാധ്യതയുള്ള കീടബാധയിൽ നിന്നെല്ലാം ചെടികളെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് പറ്റും. വിത്തുകൾ നട്ട് മുളച്ചു വരുമ്പോൾ കരുത്തുള്ള തൈകൾ മാത്രം നിർത്തിയാൽ മതി. പാവൽ വളർന്ന് വള്ളി വന്നു കഴിഞ്ഞാൽ നല്ല ഒരു പന്തൽ തയ്യാറാക്കി കൊടുക്കണം. 1-2 തൈകൾ മാത്രമുള്ളുവെങ്കിൽ പന്തലിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിന് പകരം 1-2 ഓല ചാരി വെച്ച് കൊടുത്താൽ അതിലൂടെ കയറി പാവൽ ഉണ്ടായിക്കൊള്ളും. വള്ളി പന്തലിൽ കയറി തുടങ്ങിയാൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുത്താൽ നിറയെ പൂവിട്ട് കായ്കളുണ്ടാവും. പാവലിനെ ആക്രമിക്കുന്ന പ്രധാന കീടം കായീച്ചകളാണ്. കായീച്ചകളിൽ നിന്നും കായ്കളെ രക്ഷിച്ചെടുക്കാൻ പേപ്പർ കൊണ്ടോ പ്ലാസ്റ്റിക് കവർ കൊണ്ടോ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ തോട്ടത്തിൽ 2-3 ഇടത്തായി ഫെറിമോൺ കണികൾ ഉപയോഗിക്കുന്നത് ഫലപ്രദമാണ്. അതുപോലെ തന്നെ പാവലിൽ കാണുന്ന മറ്റ് രോഗങ്ങൾ ഇലകളിലെല്ലാം വെളുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുക എന്നതാണ്. ഇത്തരം രോഗങ്ങൾ വരികയാണെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രം തെളിച്ചു കൊടുത്താൽ മതി. മറ്റൊരു കാര്യം പാവൽ കൃഷിയിൽ ശ്രദ്ധിക്കാനുള്ളത്, പാവലിൻ്റെ തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ വേരുകൾ ചീഞ്ഞു പോകുന്ന രോഗം വരാൻ സാധ്യതയുണ്ട്. പാവൽ നമുക്ക് ഗ്രോ ബാഗിലും ചട്ടിയിലുമൊക്കെ നടുമ്പോൾ ഇടത്തരം വലിയ ഗ്രോ ബാഗുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. വേരുകൾക്ക് പടരാൻ ആവശ്യമുള്ള സ്ഥലം വേണം. മണ്ണ് തയ്യാറാക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പ്രകാരം കുമ്മായമിട്ട് പുളിപ്പ് കളഞ്ഞ മണ്ണിലായിരിക്കണം വിത്തുകൾ പാകേണ്ടത്. മണ്ണിൻ്റെ കൂടെ ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ്, സ്വല്പം മണൽ എന്നിവ ചേർക്കുക. ഒരു ഗ്രോ ബാഗിൽ 2 വിത്തുകൾ വീതം നടാവുന്നതാണ്. പാവലിൽ പലപ്പോഴും ഇല ചുരുളുന്നത് കാണുകയാണെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ആഴ്ചയിൽ ഒരിക്കൽ ഇലയുടെ അടിഭാഗത്ത് ആവുന്ന പോലെ തളിച്ചു കൊടുത്താൽ മതി. പാവലിൻ്റെ മറ്റൊരു ശത്രു ആമവണ്ടുകളാണ്. ഇവ ചെടികളുടെ ഇലകൾ തിന്ന് നശിപ്പിക്കുകയും ഇലകളിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ആമവണ്ടിനെ നിയന്ത്രിക്കാനുള്ള ലളിതമായ മാർഗങ്ങൾ പറയാം. നമ്മുടെ അടുക്കള തോട്ടത്തിൽ 1-2 തൈകൾ ഉള്ളുവെങ്കിൽ രാവിലെ തന്നെ ഇലകളെല്ലാം പരിശോധിച്ച് വണ്ടുകളെയും അവയുടെ മുട്ടകളെയും എടുത്ത് കളയുകയാണ് നല്ലത്. അതല്ല കൂടുതലായി ആമവണ്ടുകൾ ഉണ്ടെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉണ്ടാക്കി തളിച്ചു കൊടുക്കുന്നത് ഏറ്റവും ഫലപ്രദമാണ്. വേപ്പെണ്ണ മിശ്രിതം തയ്യാറാക്കുമ്പോൾ 20 ml വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ രാവിലെ ചെറിയ ഈർപ്പം ഇലകളിൽ ഉണ്ടാകുമ്പോൾ സ്വല്പം ചാരം ഇലകളിൽ വിതറുന്നത് ആമവണ്ടുകളുടെ ശല്യം കുറക്കാൻ സഹായിക്കും. പാവൽ കായ്കൾക്ക് ആവശ്യത്തിനുള്ള വലിപ്പമായാൽ ഉടൻ തന്നെ വിളവെടുക്കണം. കായ്കൾ പഴുക്കാൻ അനുവദിച്ചാൽ ഉൽപ്പാദനക്ഷമത കുറയുന്നതായി കാണാറുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പ്രധാന ടിപ്പ് കൂടി പറയാം. നിങ്ങൾക്ക് പാവൽ ചെടിയുടെ ഇലകൾക്ക് ഏതെങ്കിലും നിറമാറ്റമോ ഇലകൾ വാല് പോലെ നീളുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ സ്യൂഡോമോണസ് 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് തളിച്ചു കൊടുത്താൽ ചെടിയുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും അതല്ല ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തും സഹകരിക്കുമല്ലോ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.